ഹലോ, നമ്മളിന്ന് ഡിബഞ്ചേഴ്സിൻ്റെ അടുത്ത സെഷനിലേക്ക് കിടക്കുകയാണ്. ഇന്നലെ നമ്മൾ എന്താ നോക്കിയത്? ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് കൺസിഡറേഷൻ, പിന്നെ പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കി. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ അല്ലെ കൺസിഡറേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ആസ് കൊളാട്രൽ സെക്യൂരിറ്റി ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കി, കൺസിഡറേഷൻ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കി, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കി, പിന്നെ പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി അല്ലേ. ഇന്ന് നമ്മൾ റിഡംഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നോക്കാൻ പോകുന്നത്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് റിഡംഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ റിഡംഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ 6 സിറ്റുവേഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കാണ്. 6 സിറ്റുവേഷൻസ് ആണ്. എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് നോക്കാം. അതായത് സിറ്റുവേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറിൽ ഇഷ്യൂ ചെയ്തു, റീപേയബിൾ അറ്റ് പാർ. അതായത് ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിബഞ്ചർ പാറിലാണ് ഇഷ്യൂ ചെയ്തത്, റീപേ ചെയ്യുമ്പോഴും പാറിൽ തന്നെ. അതായത് നമ്മൾ ഇന്നലെ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞു 10 വർഷം കഴിയുമ്പോൾ റീപേ ചെയ്യണമെന്ന്. അതായത് 2018 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, 2028 തിരിച്ചടയ്ക്കണം. ഈ റിഡംഷൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡീം ചെയ്യുക, അതായത് തിരിച്ചു കൊടുക്കുക എന്നാണ്. അതായത് നമ്മൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ കടം തന്നെയാണ് കമ്പനിക്ക് അല്ലേ. അപ്പോൾ കമ്പനിക്ക് കടം തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു പീരീഡിൽ കൊടുക്കണം. തിരിച്ചു കൊടുക്കുന്നതിനെയാണ് റിഡംഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡീം ചെയ്തു എന്ന് പറയും. അപ്പോൾ നമ്മൾ റിഡംഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇഷ്യൂ ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കണം. അതായത് ഇവിടെ ഇഷ്യൂ ആദ്യത്തെ സിറ്റുവേഷനിൽ ഇഷ്യൂഡ് പാറാണ്, അതായത് ഫേസ് വാല്യൂ. സപ്പോസ് 100 രൂപയാണെങ്കിൽ 100 രൂപയിൽ തന്നെ ഇഷ്യൂ ചെയ്തു. ഇനി റീപേയബിൾ അറ്റ് പാർ, അതായത് ഇഷ്യൂ ചെയ്തപ്പോഴും പാറിൽ, റീപേ ചെയ്തപ്പോൾ അല്ലെങ്കിൽ റിഡീം ചെയ്തപ്പോഴും പാറിൽ. അതായത് 100 രൂപയുടെ ഡിബഞ്ചർ റീപേ ചെയ്തപ്പോഴും 100 രൂപ തന്നെ കൊടുത്ത്. ഈ സിറ്റുവേഷനാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂഡ് അറ്റ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു. അതായത് 100 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ 110 രൂപ മേടിച്ചു, പക്ഷെ റീപെയ്ഡ് അറ്റ് പാർ. അതായത് 110 രൂപയ്ക്ക് മേടിച്ചു അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തു, പക്ഷെ തിരിച്ചു കൊടുത്തപ്പോൾ 100 രൂപ കൊടുത്തോളൂ, ഫേസ് വാല്യൂ കൊടുത്തോളൂ. സെക്കൻഡ് സിറ്റുവേഷൻ അതാണ്. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റീപേയബിൾ അറ്റ് പാർ അല്ലെങ്കിൽ റിഡീംഡ് അറ്റ് പാർ. അതായത് 100 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ 90 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷെ റീപേ ചെയ്തപ്പോൾ 100 രൂപ കൊടുത്തു. അതാണ് തേർഡ് സിറ്റുവേഷൻ. നാലാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂഡ് അറ്റ് പാർ, റീപേയബിൾ അറ്റ് പ്രീമിയം. ഇഷ്യൂ ചെയ്തപ്പോൾ 100 രൂപയുടെ ഡിബഞ്ചേഴ്സ് 100 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തു, അത് തിരിച്ചു കൊടുത്തപ്പോൾ സപ്പോസ് 110 രൂപയ്ക്ക് കൊടുത്തു. അതാണ് ഫോർത്ത് സിറ്റുവേഷൻ. അഞ്ചാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ ചെയ്തതും പ്രീമിയത്തിൽ, റീപേ ചെയ്തതും പ്രീമിയത്തിൽ. സപ്പോസ് 100 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ 105 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്, പക്ഷെ തിരിച്ചു കൊടുത്തപ്പോൾ 110 രൂപയ്ക്ക് കൊടുത്തു. അതായത് ഇഷ്യൂ ചെയ്തപ്പോഴും പ്രീമിയം 5 രൂപ പ്രീമിയം, റീപേ ചെയ്തപ്പോൾ 10 രൂപ പ്രീമിയം അല്ലേ. അങ്ങനെ സിറ്റുവേഷൻ വരും. അത് സിറ്റുവേഷൻ നമ്പർ 5. ഇനി ഇഷ്യൂഡ് ഡിസ്കൗണ്ട്, റീപേഡ് അറ്റ് പ്രീമിയം. അതായത് ഇഷ്യൂ ചെയ്തപ്പോൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തത്, റീപേ ചെയ്തപ്പോൾ പ്രീമിയം. അതായത് 90 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു, 110 രൂപയ്ക്ക് റിഡീം ചെയ്തു അല്ലെങ്കിൽ റീപേ ചെയ്തു. ഇങ്ങനെ 6 സിറ്റുവേഷൻസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എന്ത്? ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫ്രം റിഡംഷൻ പോയിന്റ് ഓഫ് വ്യൂ. 6 സിറ്റുവേഷൻ. അപ്പോൾ 6 സിറ്റുവേഷന് 6 സെറ്റ് ഓഫ് ജേണൽ എൻട്രീസ് ഉണ്ട്. കാണാതെ പഠിക്കണം. 6 സെറ്റ് ഓഫ് ജേണൽ എൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ, രണ്ടാമത് ഡിബഞ്ചർ റിഡീം ചെയ്യുമ്പോൾ. ഡിബഞ്ചർ ചിലപ്പോൾ 10 വർഷത്തിന് ശേഷമായിരിക്കാം റിഡീം ചെയ്യുന്നത്, 15 വർഷത്തിന് ശേഷമായിരിക്കാം, 20 വർഷത്തിന് ശേഷമായിരിക്കാം. എപ്പോഴാണ് റിഡീം ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് എൻട്രി എഴുതണം. ഓക്കെ, അങ്ങനെ 6 സിറ്റുവേഷൻസ്, ടോട്ടൽ 12 എൻട്രീസ്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് പാറിൽ, റിഡീം ചെയ്തതും പാറിൽ. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. നോർമൽ എൻട്രി ആണ് അല്ലേ. പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നമ്മൾ ഇത് തന്നെ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചേഴ്സ്. ഇതാണ് പാറിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി. ഇനി പാറിൽ റിഡീം ചെയ്യുമ്പോൾ ഈ പാറിൽ ഇഷ്യൂ ചെയ്ത സാധനം പാറിൽ റിഡീം ചെയ്യണം. അപ്പോൾ റിഡീം ചെയ്യുമ്പോൾ ഈ എൻട്രി എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്താൽ മതി അല്ലെ, തിരിച്ചു കൊടുക്കുക. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കേസ് നമ്പർ 1 അല്ലെങ്കിൽ സിറ്റുവേഷൻ നമ്പർ 1 ആണ്. ഇഷ്യൂഡ് അറ്റ് പാർ, റീപേഡ് അറ്റ് പാർ. സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റീപേഡ് അറ്റ് പാർ. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചേഴ്സിൻ്റെ ഒരു ഫേസ് വാല്യൂ, പ്രീമിയം എത്രയാണോ അത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ. ഇനി പാറിൽ റീപേ ചെയ്യുകയാണ്, റിഡീം ചെയ്യണം. അപ്പോൾ അതിൻ്റെ എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ഇത് ഒറ്റ സെറ്റ്. ഇതിൻ്റെ എൻട്രി പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു, പാറിൽ റിഡീം ചെയ്തു. ഇതിൻ്റെ എൻട്രിയാണ് ഈ രണ്ടെണ്ണം. ഇത് റിഡീം ചെയ്യുമ്പോഴാണ് ഈ രണ്ടാമത്തെ സെറ്റ് ഓഫ് എൻട്രി വരിക. ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ നമ്പർ 2. ഇനി സിറ്റുവേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു, റീപേ ചെയ്യുമ്പോൾ പാറിലാണ്. അതാണ് ഈ രണ്ട് സെറ്റ് ഓഫ് എൻട്രീസ്. ഈ ഒരു സിറ്റുവേഷൻ്റെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു,
പാറിൽ റീപേ ചെയ്തു. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ്. ബാങ്കിൽ കിട്ടിയ എമൗണ്ട് എഴുതുക, ഡിസ്കൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് ഇവിടെ എൻട്രി ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ടു ഡിബഞ്ചേഴ്സിൽ ഫേസ് വാല്യൂ പോർഷൻ ഇത് എൻട്രി ചെയ്യുക. ഇത് ഡിബഞ്ചർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി. ഇനി അത് പാറിലാണ് റീപേ ചെയ്യുന്നത് അല്ലേ, അപ്പോൾ അതിൻ്റെ എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. സെയിം എൻട്രി പാറിൽ റിഡീം ചെയ്യുമ്പോൾ എല്ലാത്തിനും സെയിം എൻട്രി തന്നെയാണ്. ഇനി അടുത്ത സിറ്റുവേഷൻ, നാലാമത്തെ സിറ്റുവേഷൻ, പാറിൽ ഇഷ്യൂ ചെയ്തു, പ്രീമിയത്തിൽ റിഡീം ചെയ്തു. പാറിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ എത്ര എമൗണ്ട് ആണോ കിട്ടിയത് അത് എഴുതുക. ഇവിടെ പാറിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് അല്ലേ. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് 100 രൂപയുടെ ഡിബഞ്ചർ 100 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത് അല്ലേ. പക്ഷേ റിഡീം ചെയ്യുമ്പോൾ നമ്മൾ എത്ര കൊടുക്കുന്നത് 110 രൂപയാണ്. അപ്പോൾ കമ്പനീനെ സംബന്ധിച്ച് 100 രൂപയുടെ ഡിബഞ്ചർ 100 രൂപ കിട്ടി, പക്ഷേ അത് തിരിച്ചു കൊടുക്കുമ്പോൾ 110 രൂപ കൊടുക്കണം. 10 രൂപ കമ്പനീനെ സംബന്ധിച്ച് നഷ്ടമാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ 10 രൂപ ഇവിടെ ഡെബിറ്റ് ചെയ്യുക. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ ഫേസ് വാല്യൂ പോർഷൻ എഴുതുക. ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, റിഡീം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീപേ ചെയ്യുമ്പോൾ എത്രയാണോ പ്രീമിയം കൊടുക്കേണ്ടത് അതിവിടെ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ നമ്പർ 4. പാറിൽ ഇഷ്യൂ ചെയ്തു, പ്രീമിയത്തിൽ റിഡീം ചെയ്തു. ഇനി റിഡീം ചെയ്യുമ്പോൾ എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ബാങ്കിൽ കൊടുക്കേണ്ട എത്രയാണ്, ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം പോർഷനാണ് ബാങ്കിൽ കൊടുക്കേണ്ടത് അല്ലേ. ഈ രണ്ട് കാര്യങ്ങളാണ് ബാങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ടത്. ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവും കൊടുക്കണം, റിഡീം ചെയ്യുമ്പോൾ പ്രീമിയം തരാമെന്ന് പറഞ്ഞാൽ കൊടുക്കണം. അത് രണ്ടും കൂടി ചേർത്ത് ബാങ്കിൽ ക്രെഡിറ്റ് എമൗണ്ട് കിട്ടും അല്ലേ. ഇതാണ് 4th സിറ്റുവേഷൻ റിഡീം ചെയ്യുമ്പോൾ. ഇനി 5th സിറ്റുവേഷൻ എന്താ, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു, പ്രീമിയത്തിൽ റിഡീം ചെയ്തു, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു, പ്രീമിയത്തിൽ റിഡീം ചെയ്തു. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്. ഇതാണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള എൻട്രി. ബാങ്ക് അക്കൗണ്ടിൽ എത്രയാണോ ഡിബഞ്ചർ കിട്ടുക അത് എഴുതുക. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ നേരെ POR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ഓൺ റിഡംഷൻ, POI എന്ന് പറഞ്ഞാൽ പ്രീമിയം ഓൺ ഇഷ്യൂ. അതായത് റിഡംഷൻ്റെ ടൈമിൽ എത്രയാണോ പ്രീമിയം കൊടുക്കേണ്ടത് അത് ലെസ് ഇഷ്യൂവിൻ്റെ ടൈമിൽ എത്രയാണോ കിട്ടിയത് അത്. അപ്പോൾ ഇഷ്യൂവിൻ്റെ സമയത്ത് സപ്പോസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു 105 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്, പക്ഷേ റിഡീം ചെയ്യുമ്പോൾ 107 രൂപ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 107 രൂപ പ്രീമിയം റിഡംഷൻ്റെ ടൈമിൽ കൊടുക്കണം, 105 രൂപയ്ക്കാണ് ഇഷ്യൂവിൻ്റെ ടൈം കിട്ടിയത്. അപ്പോൾ 107 മൈനസ് 105 2 രൂപയാണ് ലോസ് കമ്പനീനെ സംബന്ധിച്ച് അല്ലേ. ഇഷ്യൂവിൻ്റെ സമയത്ത് 5 രൂപ കിട്ടി, തിരിച്ചു കൊടുക്കുമ്പോൾ 7 രൂപ കൊടുക്കണം. അപ്പോൾ നെറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ 2, അതെടുത്ത് ഇവിടെ ഡെബിറ്റ് ചെയ്യണം ആ 2 രൂപ. പിന്നെ ഡിബഞ്ചേഴ്സിനെ നേരെ ഫേസ് വാല്യൂ പോർഷൻ ക്രെഡിറ്റ് ചെയ്യുക. ടു പ്രീമിയം ഓൺ റിഡംഷൻ, റിഡംഷൻ്റെ ടൈമിൽ എത്രയാണോ പ്രീമിയം കൊടുക്കേണ്ടത് അത് ഡെബിറ്റ് ചെയ്യുക. ഇനി ടു ക്യാപിറ്റൽ റിസർവ്, ഇതിലേതെങ്കിലും ഒന്ന് എൻട്രിയിൽ വരുള്ളൂ. ഒന്നില്ലെങ്കിൽ ലോസ് വരും, അല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ റിസർവ് വരും. ഇവിടെ ഇഷ്യൂവിൻ്റെ സമയത്ത് കിട്ടിയ എമൗണ്ടാണ് കൂടുതൽ, അതായത് ഇഷ്യൂവിൻ്റെ സമയത്തുള്ള പ്രീമിയമാണ് കൂടുതലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് വരും. ഇവിടെ ഇഷ്യൂവിൻ്റെ ടൈമിൽ പ്രീമിയം ഓൺ ഇഷ്യൂ ആണ് കുറവ് എന്നുണ്ടെങ്കിൽ ലോസ് വരും. ഇഷ്യൂവിൻ്റെ ടൈമിൽ പ്രീമിയം കുറവാണെന്നുണ്ടെങ്കിൽ അത് ലോസും, ഇഷ്യൂവിൻ്റെ ടൈമിൽ പ്രീമിയം ഓൺ ഇഷ്യൂ കൂടുതലാണെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവ് ആവും. ഏതെങ്കിലും ഒന്ന് അറ്റ് എ ടൈമിൽ വരുള്ളൂ. ഒന്നില്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ലാഭമാണെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, അപ്പോൾ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി. ഇനി അത് പ്രീമിയത്തിൽ റിഡംഷൻ നടക്കുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അല്ലേ. ഡിബഞ്ചറും പ്രീമിയം ഓൺ റിഡംഷനും കൂടി ചേർത്ത് ബാങ്കിൽ കൊടുക്കണം. അതാണ് കേസ് നമ്പർ 5 അല്ലെങ്കിൽ സിറ്റുവേഷൻ നമ്പർ 5. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു, പ്രീമിയത്തിൽ റിഡീം ചെയ്തു. ഇനി അവസാനത്തെ സിറ്റുവേഷൻ, ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടും റിഡീം ചെയ്യുമ്പോൾ പ്രീമിയം. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി എന്താ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ലോസ് എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ടും റിഡംഷൻ്റെ ടൈമിൽ കൊടുക്കേണ്ട പ്രീമിയം കൂടി ചേർത്ത് ഇവിടെ ഡെബിറ്റ് ചെയ്യുക. ഡിസ്കൗണ്ടും പ്രീമിയം റിഡംഷൻ്റെ ടൈമിൽ പ്രീമിയം പോർഷനും കൂടി ചേർത്ത് ഇവിടെ ഡെബിറ്റ് ചെയ്യുക. മനസ്സിലായോ? ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് പ്ലസ് പ്രീമിയം ഓൺ റിഡംഷൻ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. റിഡംഷൻ്റെ ടൈമിൽ എത്രയാണോ പ്രീമിയം കൊടുക്കേണ്ടത് അത് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുക. ഡിബഞ്ചേഴ്സിന് ഫേസ് വാല്യൂ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ടും ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ലോസ് ഓൺ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് പ്ലസ് പ്രീമിയം ഓൺ റിഡംഷൻ. ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ.
ഇനി റിഡീം ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താ? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഡിബഞ്ചേഴ്സിൻ്റെ ഫേസ് വാല്യൂ പോർഷൻ, റിഡംഷൻ്റെ ടൈമിൽ കൊടുക്കേണ്ട പ്രീമിയം പോർഷൻ ടു ബാങ്ക്, ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള പോർഷൻ. ഓക്കെ, ഇതാണ് 6 സിറ്റുവേഷൻ റിഡംഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ ഇത്തിരി കൂടി ഈ ജേർണൽ എൻട്രീസിന് ക്ലാരിറ്റി വരും. ഓക്കെ, ഇല്ലസ്ട്രേഷൻ നമ്പർ 5 ആണ്. നമുക്ക് ഓരോ സിറ്റുവേഷൻ നോക്കാം. ഇവിടെ 5 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ജേർണലൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇഷ്യൂവിൻ്റെ ടൈമിലും റിഡംഷൻ്റെ ടൈമിലുള്ള ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 5 സിറ്റുവേഷൻ ആണെന്നേക്കുന്നത്. A to E. ഫേസ് വാല്യൂ എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 100 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. 5 സിറ്റുവേഷനിൽ നമുക്ക് ഓരോ സിറ്റുവേഷനായിട്ട് നോക്കാം അല്ലേ? ഓരോ സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം അനുസരിച്ച്. ആദ്യം സിറ്റുവേഷൻ നമ്പർ A. എ ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ₹95 റീപേയബിൾ അറ്റ് 100. ഇവിടെ എന്താ സിറ്റുവേഷൻ? ഇഷ്യൂ ചെയ്തപ്പോൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് അല്ലേ? 100 രൂപയുടെ ഡിബഞ്ചർ, 100 രൂപ എന്നാണ് പറഞ്ഞേക്കുന്നത്. 100 രൂപയുടെ ഡിബഞ്ചർ 95 രൂപയ്ക്ക് കൊടുത്തു, ഇഷ്യൂ ചെയ്തു. റിഡീം ചെയ്യുമ്പോൾ പക്ഷേ 100 രൂപ കൊടുക്കണം. അതായത് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റിഡീംഡ് അറ്റ് പാർ അല്ലേ? ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റിഡീംഡ് അറ്റ് പാർ. അപ്പോൾ ഇഷ്യൂ ചെയ്തതിൻ്റെ ജേർണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 95 അല്ലേ? 95. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ₹5 ടു ഡിബഞ്ചർ അക്കൗണ്ട് 100 അല്ലേ? ഫേസ് വാല്യൂ, ഡിബഞ്ചറിൻ്റെ കാര്യം എപ്പോഴും ഫേസ് വാല്യൂ. അപ്പോൾ ബാങ്കിൽ ₹95 കിട്ടുള്ളൂ, ബാക്കി ഡിസ്കൗണ്ട് ആണ്. അതിനെ രണ്ടിനും ഡെബിറ്റ് ചെയ്തു. ടു ഡിബഞ്ചർ ഫേസ് വാല്യൂ 100 അല്ലേ? ഇനി ഈ സിറ്റുവേഷൻ എ റിഡീം ചെയ്യുമ്പോൾ എൻട്രി എന്താ? റിഡീം ചെയ്യുമ്പോൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഡിബഞ്ചറിൻ്റെ നേരെ എപ്പോഴും ഫേസ് വാല്യൂ വരുള്ളൂ. അപ്പോൾ ഫേസ് വാല്യൂ പ്രീമിയം ഓൺ റിഡംഷൻ എത്രയാണ്? സോറി, ഇതല്ല, പാറിലാണ് റിഡീം ചെയ്യുന്നത് അല്ലേ? പാറിൽ റിഡീം ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നത്. പ്രീമിയത്തിലല്ല, പാറിലാണ്. 100 ആണ് ഫേസ് വാല്യൂ. അപ്പോൾ റിഡീം ചെയ്യുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ഫേസ് വാല്യൂ പോർഷൻ വരും. കൊടുക്കുന്ന എത്രയാണ്? 100 രൂപ കൊടുക്കുന്നത് അല്ലേ? പാറിൽ ടു ബാങ്ക് ₹100 സെയിം എമൗണ്ട് തന്നെ വരും. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ₹95 ഇഷ്യൂ ചെയ്തേക്കുന്നത്. 100 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. റീപേയബിൾ അറ്റ് 105. അതായത് 105 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. 5 രൂപ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രി ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ₹95 അല്ലേ? ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ ബാങ്കിൽ എത്ര കിട്ടും? 95 കിട്ടും. അത് ഡെബിറ്റ് ചെയ്തു. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് എത്രയാണ്? 5 രൂപ. പ്രീമിയം ഓൺ റിഡംഷൻ എത്രയാണ്? 5 രൂപ അല്ലേ? അപ്പോൾ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തപ്പോഴും നഷ്ടമാണ്, പേയ്മെൻറ്റ് നടത്തിയപ്പോഴും 5 രൂപ എക്സ്ട്രാ കൊടുത്തു. അപ്പോൾ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹10. രണ്ടും ഡെബിറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 10. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഫേസ് വാല്യൂ പോർഷൻ എപ്പോഴും വരും 100. ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ റിഡീം ചെയ്യുമ്പോൾ എത്രയാണ് കൊടുക്കേണ്ടത്? 5. അത് എൻട്രി ചെയ്തു. ഇനി ഇത് റിഡീം ചെയ്യുമ്പോൾ എൻട്രി എങ്ങനെയാണ് വരിക? റിഡീം ചെയ്യുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ഫേസ് വാല്യൂ പോർഷൻ വന്നു. പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ എത്ര കൊടുക്കണം? 5 രൂപ കൊടുക്കണം അല്ലേ? ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 100 രൂപയും കൊടുക്കണം, 5 രൂപയും കൂടി കൊടുക്കണം. അത് ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക അല്ലേ? ടു ബാങ്ക് 105. ഇതാണ് റിഡീം ചെയ്യുമ്പോൾ ഉള്ള ജേർണൽ എൻട്രി. ഏത് സിറ്റുവേഷൻ? റിഡീംഡ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റിഡീംഡ് അറ്റ് പ്രീമിയം. ഇനി അടുത്ത സിറ്റുവേഷൻ എന്താ? എ ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് 100 റീപേബിൾ അറ്റ് 105. സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂഡ് അറ്റ് പാർ, റിഡീംഡ് അറ്റ് പ്രീമിയം. അതിൻ്റെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? ഫേസ് വാല്യൂ അല്ലേ? 100. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ 5 രൂപയാണ് പ്രീമിയം റിഡംഷൻ്റെ ടൈമിൽ കൊടുക്കുന്നത്. അതാണ് കമ്പനിയുടെ സംബന്ധിച്ച് ലോസ്. 100 രൂപ കൊടുത്താൽ മതിയായിരുന്നു, പക്ഷേ എക്സ്ട്രാ 5 രൂപ കൂടി കൊടുക്കണം. കമ്പനിയെ സംബന്ധിച്ച് ലോസ് ആണ്. അപ്പോൾ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 5. ടു ഡിബഞ്ചർ അക്കൗണ്ട് ഫേസ് വാല്യൂ പോർഷൻ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. എത്ര പ്രീമിയം കൊടുക്കേണ്ട റിഡംഷൻ ടൈമിൽ? 5 രൂപ. ടാലി അല്ലേ? ഇനി ഇത് റിഡീം ചെയ്യുമ്പോൾ എൻട്രി എന്താ? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 100 രൂപ ഫേസ് വാല്യൂ പോർഷൻ, പ്രീമിയത്തിലാണ് റിഡീം ചെയ്യേണ്ടത്. ആ പോർഷനും കൂടി ഡെബിറ്റ് ചെയ്യണം. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 5 രൂപ. ബാങ്കിൽ എത്ര കൊടുക്കണം? രണ്ടിൻ്റെയും കൂടി ടോട്ടൽ 105 കൊടുക്കണം അല്ലേ? ഇതാണ് സിറ്റുവേഷൻ ഇഷ്യൂഡ് അറ്റ് പാർ, റിഡീംഡ് അറ്റ് പ്രീമിയം അല്ലേ? ഇനി അടുത്ത സിറ്റുവേഷൻ എന്താ പറയുന്നത്? എ ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് 105 റീപേബിൾ അറ്റ് 100. അതായത് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു, പക്ഷേ പാറിലാണ് റിഡീം ചെയ്യുന്നത് അല്ലേ? പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു, പാറിൽ റിഡീം ചെയ്തു. അപ്പോൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര കിട്ടും? ഇൻക്ലൂഡിങ് പ്രീമിയം കിട്ടും 105. ടു ഡിബഞ്ചർ അക്കൗണ്ട് ഫേസ് വാല്യൂ പോർഷൻ 100. ടു സെക്യൂരിറ്റീസ് പ്രീമിയം, പ്രീമിയം പോർഷൻ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എത്രയാണ്?
₹5. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡേറ്റ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം. അതിൻ്റെ റീപേയ്മെന്റ് അല്ലെങ്കിൽ റിഡീം ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ അക്കൗണ്ട് ഡേറ്റ ടു ബാങ്ക്. അപ്പോൾ ആറിൽ തന്നെയാണ് റിഡീം ചെയ്യുന്നത് അല്ലെ, ₹100 ഫേസ് വാല്യൂ തന്നെ റിഡീം ചെയ്യുന്നത്. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡേറ്റ ടു ബാങ്ക് ₹100. ഇതാണ് ഫോർത്ത് സിറ്റുവേഷൻ. ഇനി ലാസ്റ്റ് സിറ്റുവേഷൻ, ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ₹102. അതായത് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു ₹2 പ്രീമിയം അല്ലേ. ഇനി റീപേ ചെയ്തപ്പോൾ എത്രയാണ്? ₹105. അതായത് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റീപേഡ് അറ്റ് പ്രീമിയം. അപ്പോൾ ഇവിടെ ഇഷ്യൂ ചെയ്യുമ്പോൾ ₹2, റീപേ ചെയ്യുമ്പോൾ നമ്മൾ ₹5 കൂടുതൽ കൊടുക്കണം. ഇഷ്യൂ ചെയ്യുമ്പോൾ ₹2 കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നെറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 - 2. കമ്പനീനെ സംബന്ധിച്ച് ₹3 നെറ്റ് ലോസ്. ഇഷ്യൂ ചെയ്തപ്പോൾ ₹2 കിട്ടിയുള്ളൂ, കൊടുക്കുമ്പോൾ പക്ഷേ ₹5 കൊടുക്കണം. അപ്പോൾ നെറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹3 അല്ലേ. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡേറ്റ ₹102 കിട്ടും അല്ലേ. ഇഷ്യൂ ചെയ്തപ്പോൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തേക്കണം. ബാങ്ക് അക്കൗണ്ട് ഡേറ്റ 102. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്രയാണ്? ₹3 നെറ്റ്. 5 - 2 3. അത് ഡെബിറ്റ് ചെയ്തു. ടു ഡിബഞ്ചർ അക്കൗണ്ട് ഫേസ് വാല്യൂ പോർഷൻ എപ്പോഴും 100. ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്ര കൊടുക്കണം? ₹5 കൊടുക്കണം അല്ലേ. 5 ഇത് ചെയ്തു. ഇതാണ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റീപേഡ് അറ്റ് പ്രീമിയം. അതിൻ്റെ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. ഇനി ഇത് റീപേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിഡീം ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താ? ഡിബഞ്ചർ അക്കൗണ്ട് ഡേറ്റ ഫേസ് വാല്യൂ പോർഷൻ കൊടുക്കുക. എത്ര റിഡംഷൻ്റെ ടൈമിൽ പ്രീമിയം കൊടുക്കണം? ₹5. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡേറ്റ 5. ബാങ്കിൽ രണ്ടും കൂടി ചേർത്ത് ₹105. ഇതാണ് റിഡംഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ 5 സിറ്റുവേഷൻസിൻ്റെ ജേണൽ എൻട്രി. നിങ്ങൾ മുന്നേ പറഞ്ഞ ജേണൽ എൻട്രി നോക്കുക, 6 സിറ്റുവേഷനിൽ ജേണൽ എൻട്രി നോക്കുക. എങ്ങനെയാണ് ലോസ് വന്നതെന്ന് നോക്കുക. എന്തുകൊണ്ടാണ് ലോസ് വരാൻ കാരണം? പ്രീമിയം ഓൺ റിഡംഷൻ കൂടിയതുകൊണ്ടാണ് ലോസ്. അങ്ങനെ ഓരോ കാര്യം അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ച് നോക്കുക. ജേണൽ എൻട്രി പഠിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ജേണൽ എൻട്രി ബൈ ഹാർട്ട് തന്നെ പഠിക്കുക. അതിനുശേഷം ഈ ഇല്ലസ്ട്രേഷൻ നമ്പർ 6 നിങ്ങൾ ചെയ്യുക. ഇല്ലസ്ട്രേഷൻ നമ്പർ 6 സെയിം തന്നെയാണ്. ഇത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യുക, പറഞ്ഞുതരാം. മുന്നേ ചെയ്ത ഇല്ലസ്ട്രേഷൻ നമ്പർ 5 എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യുക, പറഞ്ഞുതരാം. പ്രത്യേകിച്ച് പ്രീമിയം ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റീപേഡ് അറ്റ് പ്രീമിയം ഇത്തിരി കൺഫ്യൂസിങ് ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ.